അങ്ങനെ ഒരു ദുബായ് യാത്ര. അച്ഛനും അമ്മയും എല്ലാവരും എയർപോർട്ടിൽ വിടാൻ വന്നു. സോ ഓഫ് ടു ദുബായ്. അതെല്ലാം ഇമോഷണൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതേ ചെക്കിൻ്റെ കയറി. അവിടെ കൗണ്ടർ മാമൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ പിന്നെ ബാഗൊക്കെ കൊടുത്തു. ആളത് സീലൊക്കെ ചെയ്തിട്ട് ഇതേ മൂവ് ചെയ്യണു. സ്വിങ്. പിന്നെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. നമ്മൾ ഇമിഗ്രേഷൻ സെൻറ്ററിൽ പോയി. ഇതാണ് ബോംബെ ഇമിഗ്രേഷന് നല്ല വലിയ ലൈനായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു ദുബായും ജദ്ദയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞു. നമ്മൾ പിന്നെ കയറിയത് ഡ്യൂട്ടി ഫ്രീ സ്ഥലത്താണ്. ഡ്യൂട്ടി ഫ്രീ സ്ഥലത്ത് നമുക്കൊന്നും മേടിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ല കാര്യങ്ങൾ കാണാൻ പറ്റി. കുറേ സാധനങ്ങളും കുറേ വെറൈറ്റീസും ഡിസൈൻസും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എയർപോർട്ടിൻ്റെ ഒരു ലുക്കൊക്കെ നമുക്ക് ആസ്വദിക്കാം. പ്രൊഡക്റ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്യൂട്ടി ഫ്രീ ആണോ എന്തോ അതറിയില്ല. പിന്നെ നമ്മൾ ഹെഡ് ചെയ്യണത് 46ാമത്തെ ഒരു സ്റ്റേഷൻ. ആദ്യമായിട്ട് ദുബായ് പോവാണ്. പക്ഷേ എല്ലാം അറിയണ മട്ടിലാണ് എയർപോർട്ടിൽ നടക്കുന്നത്. അങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോഴാണ് दुबई को जाने वाली इंडिगो की उड़ान 1455 बार संख्या 46A पर प्रस्थान के लिए तैयार है. വീട്ടിൽ ഞാൻ ഇതേ ലൈനിലേക്ക് വീണ്ടും പോകണോ. വീണ്ടും പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മളിതേ എയ്റോപ്ലെയിനിലേക്ക് കയറാൻ പോവാണ്. എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങി പിന്നെ നമ്മൾ ഹെഡ് ചെയ്യേണ്ടത് നമ്മളുടെ പ്ലെയിനിലേക്ക് പോകണതാണ്. സോ ദിസ് ഇസ് ദ കാഴ്ച. പിന്നെ ആ കിടക്കണ ഇൻഡിഗോ ഫ്ലൈറ്റാണ്. അതിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യണത്. അങ്ങനെ ദുബായിലേക്ക് നമ്മൾ പുറപ്പെട്ടു. സോ ദിസ് ഇസ് ദ വ്യൂ ഫ്രം ബോംബെ, ദ സിറ്റി ഓഫ് ലൈറ്റ്സ് അല്ല, പക്ഷെ എന്നാലും ഒരു ക്രൗഡഡ് പ്ലേസ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഫ്രം ദി അപ്പ് സ്കൈ ടു ദുബായ്. വെൽക്കം ടു ദുബായ്. ദുബായിലത്തെ എയർപോർട്ട് ഇറങ്ങിയിട്ട് ഇതാണ് സംഭവം. നമ്മൾ പിന്നെ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. സോ അങ്ങനെ ലഗേജ് ദേ വരുന്നു. അങ്ങനെ മുംബൈ ടു ദുബായ് നമ്മുടെ ലഗേജും സേഫ്ലി എത്തിക്കഴിഞ്ഞു. ചെക്കിൻ എല്ലാം ഈസി ആയിരുന്നു. അത് കിട്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. So this is how I reached Dubai.